മണി കഴിഞ്ഞ് 12 മിനിറ്റും 46 സെക്കൻഡും. മഹാരാഷ്ട്രയിൽ കോൺഗ്രസിൽ തർക്കം നടക്കുന്നുവെന്ന വാർത്തകൾ വരുന്നു. ശിവസേന ഉദ്ധവ് വിഭാഗത്തിന് സീറ്റ് നൽകിയതിൽ പ്രതിഷേധിച്ച് പ്രാദേശിക നേതൃത്വം നിസ്സഹകരണം തുടരുന്നുവെന്ന് അറിയുന്നു. രമേശ് ചെന്നിത്തലയും PCC അധ്യക്ഷനും നടത്തിയ അനുനയ നീക്കങ്ങൾ ഫലം കണ്ടില്ലെന്നും ഞങ്ങളുടെ മുംബൈ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. മുംബൈ ബ്യൂറോയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് ശ്രീനാഥ് ചന്ദ്രൻ. നമ്മുടെ ബ്യൂറോ ഒക്കെ നന്നായി പോകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ മലയാളികളൊക്കെ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ചില ആളുകളൊക്കെ ശ്രീനാഥ് ചന്ദ്രനെ വിളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അന്വേഷിച്ചായിട്ട് പറയണമെന്നൊക്കെ പറയുന്നുണ്ട്. സന്തോഷം. അപ്പോൾ എന്താണ് നമ്മുടെ വാർത്തയിലേക്ക് വന്നാൽ? തീർച്ചയായും SK, വെരി ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഉള്ളത് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെയൊക്കെ റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായി അക്കോളയിലാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ എത്തി നിൽക്കുന്നത്. അക്കോളയിലെ പ്രശസ്തമായ ക്ലോക്ക് ടവർ എനിക്ക് പുറകിൽ കാണാം. അക്കോളയിലെത്തി എന്ന് അറിയിക്കാൻ പറ്റിയ ഒരു കാഴ്ച ഈ ക്ലോക്ക് ടവർ തന്നെയാണ്. ഏതാണ്ട് നമ്മുടെ രാജ്യത്തേക്കാൾ ഏറെ പഴക്കം വയസ്സുണ്ട് ഈ ക്ലോക്ക് ടവറിന്, സുന്ദർഭായ് ടവർ. ഏതായാലും അക്കോളയിൽ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവിടെയാണ് പ്രകാശ് അംബേദ്കറിൻ്റെ തട്ടകം. ഒരുപക്ഷെ ഇന്ത്യ മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടി ഉണ്ടാകുന്നുണ്ടെങ്കിൽ, മഹാരാഷ്ട്രയിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിലൊരു പ്രധാനപ്പെട്ട കാരണമായി മാറാൻ സാധ്യതയുള്ള ആളാണ് പ്രകാശ് അംബേദ്കർ. പ്രകാശ് അംബേദ്കർ ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് വോട്ടുകൾ ഭിന്നിച്ചു പോകുന്നത് തടയാൻ കഴിയുമായിരുന്നു. 2019 ഉണ്ടായ തിരിച്ചടി ആവർത്തിക്കാതിരിക്കുമായിരുന്നു. എന്നാൽ ഇത്തവണ പ്രകാശ് അംബേദ്കറെ ഒപ്പം കൂട്ടാൻ മഹാവികാസ് അഘാഡിക്ക്, ഇന്ത്യ മുന്നണിക്ക് കഴിയാതെ പോയി. അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ ഒറ്റയ്ക്ക് മത്സരിക്കുമ്പോൾ അത് എത്രത്തോളം തിരിച്ചടി ഉണ്ടാക്കും എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. അദ്ദേഹത്തെ നേരിട്ട് കാണേണ്ടതുമുണ്ട്. SK സൂചിപ്പിച്ച വാർത്തയിലേക്ക് വന്നാൽ, സാംഗ്ലിയിൽ നേരത്തെ തന്നെ തർക്കമുണ്ടായിരുന്നു. അവിടെ ശിവസേന ഉദ്ധവ് വിഭാഗത്തിന് നൽകിയതിനെതിരെ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതൃത്വം കടുത്ത എതിർപ്പിലായിരുന്നു. കാരണം കാലാകാലങ്ങളിൽ കോൺഗ്രസ് മത്സരിക്കുന്നതാണ്. ശരിയാണ്, BJPയുടെ MP ആണ് നിലവിൽ ഉള്ളത്. എന്നാൽ പോലും കോൺഗ്രസ് മത്സരിക്കുന്ന ഒരു സീറ്റ് ശിവസേനയ്ക്ക് അങ്ങനെ വിട്ടു നൽകാൻ കഴിയില്ല എന്ന നിലപാടെടുത്തു. അവരെ കൂടുതൽ പ്രകോപിപ്പിച്ചത് ചർച്ചകളൊക്കെ തീരുന്നതിന് മുമ്പ് തന്നെ ഉദ്ധവ് വിഭാഗം അവരുടെ സ്ഥാനാർത്ഥിയെ ചന്ദ്രഹാർ പാട്ടീൽ എന്ന ഗുസ്തി താരത്തെ അവതരിപ്പിച്ചതാണ്. പിന്നീട് അദ്ദേഹത്തെ തന്നെ ഔദ്യോഗികമായി സ്ഥാനാർത്ഥിയാക്കി മുന്നണി പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ടായി. ഇതിൽ പ്രതിഷേധിച്ചാണ് വിശാൽ പാട്ടീൽ, അതായത് മുൻ മുഖ്യമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയുടെ മകൻ കൂടിയാണ് ഈ വിശാൽ പാട്ടീൽ, അങ്ങനെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് അദ്ദേഹം, ഇപ്പോൾ വിമതനായി മാറുകയും ഇവിടെ പാർട്ടിയുടെ നിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥി പത്രിക നൽകുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള രമേശ് ചെന്നിത്തലയുടെയും PCC അധ്യക്ഷൻ്റെയും ഒക്കെ അനുനയ നീക്കങ്ങൾ കഴിഞ്ഞ ദിവസം ഉണ്ടായെങ്കിലും അതൊന്നും ഫലം കാണുന്നില്ല. മാത്രമല്ല, മുന്നണിയുടെ റാലികളിൽ നിന്നൊക്കെ കോൺഗ്രസ് നേതാക്കൾ കൂട്ടത്തോടെ പ്രാദേശിക തലത്തിൽ ഇപ്പോൾ വിട്ടു നൽകുകയാണ്. ഇത് മുന്നണിക്കകത്ത് വലിയ തർക്കങ്ങൾക്ക് ഇടവരുത്താൻ സാധ്യതയുണ്ട്. താങ്ക് യു ശ്രീനാഥ് ചന്ദ്രൻ. മുംബൈ ബ്യൂറോയിൽ നിന്നാണ് ശ്രീനാഥ് ചന്ദ്രൻ തത്സമയം